എനിക്കൊപ്പം ഉള്ളത് ആനന്ദ് മോനും ജയരാജ് മാഷുമാണ്. രണ്ടുപേർക്കും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആനന്ദ് മോനാണെങ്കിൽ 2 മത്സരങ്ങളിൽ പങ്കെടുത്തു. രണ്ടിടത്തെയും വിധി വന്നു മോനെ? വന്നു. രണ്ടിലും എ ഗ്രേഡാണ്. നാദസ്വരവും ഓടക്കുഴലുമാണ്. അപ്പോൾ ജയരാജ് മാഷാണ് അച്ഛൻ. ഈ അച്ഛനാണ് മക്കളെ ഇത്രയും വലിയ കലാകാരാക്കിയത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു കാര്യം, ഇപ്പോൾ അച്ഛനെ കൈപിടിച്ച് നടത്തുന്നതും ഈ മക്കൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പെർഫോമൻസിലേക്ക് പോയല്ലോ, പിന്നീട് വിശേഷത്തിലേക്ക് വരാം. ഓക്കെ മാഷ, റെഡി അല്ലേ? റെഡി. രാമായണ കാറ്റ്, അടിപൊളി. മാഷേ എന്തുകൊണ്ട് മാഷേ വിശേഷം? നല്ല വിശേഷം. ആനന്ദിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആനന്ദിന്റെ പെർഫോമൻസ് പിന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും ബെസ്റ്റ് ആയിട്ടാണ് അവൻ ഇവിടെ ചെയ്തത്. വിചാരിച്ചേക്കാട്ടി ഭംഗിയായി നടന്നു. അതെ അതെ. ഓക്കെ, നമുക്ക് ഓക്കെ. മാഷി ഇതിപ്പോ എത്ര നാളത്തെ പരിശീലനമാ? ആനന്ദ് ഇപ്പോൾ പരിശീലിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷമായി കാണും. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ വീട്ടിലാണോ പരിശീലനമൊക്കെ? വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെയാണ്. അതെ. അപ്പൊ മാഷ് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് മോൻ വരുമ്പോ പഠിപ്പിക്കും, അങ്ങനെയാണോ? അവന്റെ ജ്യേഷ്ഠന്റെ അത് കണ്ടു പഠിച്ചതാണ്. അങ്ങനെ ഫ്ലൂട്ടിന്റെ ശബ്ദമൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി, അപ്പൊ തന്നെ വായിച്ചോളും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മോൻ മിടുക്കനായിട്ട് മത്സരിച്ചു. അതെ. സമ്മാനവും നേടി. അതെ. അപ്പൊ അച്ഛൻ സന്തോഷവാനാണ്. അതെ അതെ, നല്ല സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആനന്ദേ, എന്തുണ്ട് മോനെ, പറയൂ. ഇന്ന് വേദിയിൽ മത്സരമൊക്കെ ടൈറ്റ് ആയിരുന്നോ? ഇന്നില്ലായിരുന്നു, ഇന്നലെയും മെഞ്ഞാന്നായിരുന്നു പരിപാടി. കോമ്പറ്റീഷൻ ടൈറ്റ് ആയിരുന്നോ? നാദസ്വരം ഫ്ലൂട്ടും ഓടക്കുളം എല്ലാം ടൈറ്റ് ആയിരുന്നു. ഇനി കഥാപ്രസംഗം ഉണ്ട്, അത് നാളെ രാവിലെയാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ മാഷെ നമുക്ക് ഒരു പെർഫോമൻസ് കൂടെ ആയാലോ? ആവാം. ഓക്കെ. അടിപൊളി. അപ്പോൾ മോൻ്റെയും അച്ഛൻ്റെയും ഫുൾ സപ്പോർട്ടായിട്ട് അമ്മ കൂടെ ഉണ്ട്. ചേച്ചി ചേച്ചി പേരെങ്ങനെയാണ് ചേച്ചി? സീമ. ഓക്കെ. പനവല്ലി സ്കൂൾ ഗവൺമെന്റ് LP സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. മാഷിന്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. രണ്ടുപേരും ഒരേ സ്കൂളാണ്. എങ്ങനെയുണ്ടായിരുന്നു മോന്റെ പെർഫോമൻസ്? നല്ല പെർഫോമൻസ് ആയിരുന്നു. മൂത്തയാളും ഇതേപോലെ തന്നെ ഹൈസ്കൂൾ മുതൽ +2 വരെയും 3 ഐറ്റത്തിനും A ഗ്രേഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മോനും ആനന്ദും
വരുന്നുണ്ട്. ചേച്ചി വീട്ടിലെ വിശേഷമൊക്കെ എങ്ങനെയാ? നിങ്ങളുടെ ഒരു സംഗീത വിശേഷം എന്തൊക്കെയാ? വീട്ടിലൊരു സ്റ്റുഡിയോ തന്നെ ഉണ്ട്. ആ. മാഷും മുത്തയാളും ചെറിയാളും എല്ലാം കൂടി ഒരു ചേച്ചി എല്ലാം കൂടുമ്പോ അങ്ങ് പാട്ടാണോ എല്ലാരും? കുടുംബം പാട്ടും വേണം തന്നെയാണ്. കുടുംബം മൊത്തം കലാപരമായാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വഴക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോ കൂടി ഒരു പാട്ട് പാടി എന്നെ അങ്ങ് അവസാനിപ്പിക്കുവാണോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുഴപ്പമൊന്നുമില്ല. മാഷിന്റെ അമ്മയും അച്ഛനൊക്കെ ട്രൂപ്പിലൊക്കെ പാടുന്നതാണ്. അമ്മ അച്ഛൻ അതെ ചെണ്ട ഒക്കെ കൊട്ടി നല്ലൊരു കലാകുടുംബം തന്നെയാണ് മാഷിൻ്റെത്. അമ്മ ചേച്ചി പാട്ട് പാടോ? ഇല്ല, ഞാൻ ഡാൻസ് ചെറുതായിട്ട് ഡാൻസ് ഉണ്ട്. ഡാൻസ് ചെയ്യുന്നില്ലല്ലോ അല്ലേ ഇപ്പോ? ഓക്കെ. അപ്പോ ഇവൻ എങ്ങനെയാ, കുറുമ്പനാണോ വീട്ടില്? ഇല്ല, കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞ രണ്ടുപേരും എല്ലാം ചെയ്തോളൂ. ഓക്കെ. സ്വന്തമായിട്ട് അങ്ങനെ ശീലായി മെനക്കെട്ട് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, കേട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പം ഒത്തിരി സന്തോഷം ചേച്ചി. അപ്പൊ മോനെ ഓൾ ദി ബെസ്റ്റ്. നാളെ ഒരു പെർഫോമൻസ് കൂടെ ഇല്ലേ? ഓക്കെ. അപ്പം അതും മാഷേ ഒരു ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. പറഞ്ഞോളൂ മാഷേ. ഇവൻ്റെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഇവന് മാനന്തവാടി MGM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവനും മൂത്ത ആളും പഠിക്കുന്നത്. അപ്പോൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് സപ്പോർട്ടാണ്. അവിടുത്തെ പ്രിൻസിപ്പൾ മാത്യു സാറ് വളരെ വളരെ സപ്പോർട്ടാണ്. കാരണം ഇവന് ഈ വർഷം വായിക്കാൻ വേണ്ടി വലിയ നാവസരമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അത് എത്തില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൂൾ തന്നെ അവന് വേണ്ടിയിട്ടൊരു നാഗസ്വരമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് സപ്പോർട്ടാണ് സ്കൂള്. അത് ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയാണ്. പ്രിൻസിപ്പലാണ് മേടിച്ചു തന്നെ. ഓക്കെ. അപ്പോൾ സ്കൂളിനും സ്കൂൾ അധികൃതർക്കും ഒക്കെ ഒരുപാട് നന്ദി നമ്മൾ ന്യൂസ് മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നോട് പറയാണ്. കാരണം ഇത്രയും നന്നായിട്ട് ഈ കഴിവുള്ള കലാകാരെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അത് ഇനിയും തുടരുക മോനെ. അപ്പോൾ ഇനിയും നമ്മുടെ യാത്ര തുടരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബിൽമ നൽകുന്ന ചെറിയൊരു ഉപഹാരം കൂടിയുണ്ട്. അമ്മയ്ക്കും ഉണ്ട് ഒരു സമ്മാനം. അപ്പോൾ ഓക്കെ.